ഹായ്, വെൽക്കം ടു ടച്ച് കണക്ഷൻസ്. കഴിഞ്ഞ മാസം എറണാകുളത്ത് വടുതലയിൽ ഞാനൊരു വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഈ വളകാപ്പ് ചടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എവിടെ നിന്നാണ് വന്നത്, എന്തുകൊണ്ടാണ് ഇത് ആചരിക്കണമെന്നൊക്കെ ഉള്ളത് എനിക്കറിയാവുന്നതിൽ ഞാൻ പറയാം. ഇത് സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്, തെലങ്കാന, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമില്ല, പല സ്ഥലങ്ങളിലുമായിട്ടാണ് ഇത് ആചരിക്കുന്നത്. ഇത് ഗർഭിണി ഒരു 7 മാസം ആകുമ്പോൾ അവരുടെ അയൽവക്കത്തെ വീട്ടുകാരെയും വളരെ അടുത്ത ബന്ധുക്കളെയെല്ലാം വിളിച്ചിട്ട് വീട്ടിലൊരു ചെറിയൊരു ചടങ്ങായിട്ടാണ് ഇത് നടത്തണത്. ഇത് നടത്തണതിൻ്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായത്, പണ്ട് കാലങ്ങളിൽ ഡെലിവറി പ്രസവം ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നു. കാരണം ഇപ്പോഴത്തെ രീതിയിലുള്ള ഹോസ്പിറ്റലോ നല്ല ഡോക്ടർമാരോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നാട്ടിൻപുറത്തെല്ലാം ഈ പ്രസവം എടുക്കണ വയറ്റാട്ടി എന്നാണ് പറയണത്. അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടാവില്ല, അത് ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടില്ല. അപ്പോൾ പ്രസവം ഭയങ്കര ഒരു റിസ്ക് ഉള്ള ഒരു ഏർപ്പാടായിരുന്നു. അപ്പോൾ ഒന്നിലെന്നെ കുട്ടി മരിക്കാം, അല്ലെങ്കിൽ അമ്മ മരിക്കാം. അപ്പം ഇത് ആളുകളിൽ ഭയം കൂടുതലുണ്ടാക്കണ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പം അത് മാറി, അത് വേറെ കാര്യം. അപ്പം അതുകൊണ്ടിട്ട് 7-ാം മാസമാകുമ്പോൾ ഇങ്ങനൊരു ചടങ്ങ് നടത്തുമ്പോൾ അവിടെ വരുന്ന ആൾക്കാരുടെ സ്നേഹവും അവരുടെ പ്രാർത്ഥനയും സന്തോഷവും എല്ലാം ഈ ഗർഭിണിക്ക് കിട്ടുന്നതുകൊണ്ട് അവർക്കൊരു ധൈര്യവും ഒരു സന്തോഷവും അതിനുള്ളൊരു തയ്യാറെടുപ്പും അതിൽ കാണാൻ പറ്റും. അപ്പം അതാണ് അതിൻ്റെ പുറകിലുള്ള സംഭവം. ഇപ്പം എറണാകുളത്ത് നമ്മൾ കണ്ടത് ഒരു പാത്രത്തിൽ കുറേ കുപ്പിവളകൾ നിറച്ചിട്ടുണ്ടാവും. അപ്പം ഈ കുപ്പിവളകൾ എടുത്തിട്ട് ഓരോരുത്തരും വന്നിട്ട് ഒറ്റ സംഖ്യ ആയിട്ടുള്ള വള 3, 5, 7 അതെല്ലാം ആ ഗർഭിണീനെ അണിയിക്കുന്ന ഒരു ഏർപ്പാടാണ്. അതിങ്ങനെ അണിയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മൈൻഡ് സന്തോഷമാവും. അതുപോലെ അവരുടെ കുട്ടിക്ക് അത് വളരെ അതിൻ്റെ ഒരു അനക്കങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അവനൊരു ഭയങ്കര ഒരു എനർജി കിട്ടുന്നുണ്ട്, അവൻ്റെ ബ്രെയിനിൽ കുറേ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പ്രസവിക്കാനുള്ള സ്ത്രീക്ക് നമ്മൾ ഇത്ര ആൾക്കാരുടെ സപ്പോർട്ട്, സ്നേഹം, പ്രാർത്ഥന ഇതെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ബാക്കിലുള്ള തോട്ട് പ്രോസസ്. ഇതൊരു അമൽ ശില്പ എന്ന് പറയുന്ന ഒരു ടീമാണ്, എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ചെയ്തത്, അവിടെ കുറേ മണവാളിനെ പിടിച്ചിട്ട് കുറേ ഗെയിംസ് എല്ലാം വെച്ച്, കുറേ അവരുടെ കണ്ണെല്ലാം കെട്ടിയിട്ട് കുറേ ഗെയിംസ് എല്ലാം വെച്ച്, പിന്നെ കുറേ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടി ആയിരുന്നു.